ഏങ്ങുന്നിതാ. താങ്ക്സ്. താങ്ക് യു മാഡം. കൃഷ്ണമൂർത്തി സാർ വന്ന കാര്യം നന്ദന മാഡത്തിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. മാഡത്തിനെ സാറിനെ അപ്പോഴേ അറിയിച്ചു. മട്ടുപ്പാവിന്ന് ഇറങ്ങി വരാൻ മനഃപൂർവ്വം ലേറ്റാക്കുന്നതാ. പവർ കാണിക്കണ്ടേ? ഇതാ മൂർത്തി സാറേ ഇവിടുത്തെ സ്ഥിരം പരിപാടി. ഇറ്റ്സ് ഓക്കേ, അവര് വന്നോട്ടെ. ഉദയേട്ടനല്ല കുഴപ്പം, നന്ദനയ്ക്കാ. ഈ തിരുവനന്തപുരത്തുകാര് പറയാറില്ലേ മൊടയെന്ന്, അത് അവരുടെ കയ്യിലിരിപ്പ്. മൊടയാണേ. വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇരിക്കൂ. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല, മീറ്റിംഗ് പറഞ്ഞ സമയത്തിന് ഇനി 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഞാനിത്തിരി നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. മഹേഷ് എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മഹേഷ് ഇരിക്കൂ. കാർത്തികേച്ചി വാ, ഇരിക്ക്. ഒരു കൂടിക്കാഴ്ച മസ്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാ അത്യാവശ്യമായിട്ടൊന്ന് ഇരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. മൂർത്തി സാർ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഓഫീസിലാവുമ്പോൾ ഫോർമലാവുമല്ലോ എന്ന് തോന്നിയതുകൊണ്ടാ മീറ്റിംഗ് ഇവിടെ ആവാമെന്ന് വിചാരിച്ചത്. കൃഷ്ണമൂർത്തിക്ക് അസൗകര്യമായോ? നോ, ഇതാണ് കൂടുതൽ കൺവീനിയന്റ്. ഇവിടെ ആവുമ്പോ കാർത്തികേച്ചി ഉണ്ടല്ലോ എന്ന് കരുതി. ഓഫീസിൽ വെച്ചാണ് കമ്മിറ്റിയെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇവിടെയാകുമ്പോ ഹോംലി ആകുമല്ലോ, ഇതാണ് നല്ലത്. കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണെന്ന് ആരും പറഞ്ഞില്ല. മൂർത്തി പറയൂ. വർമ്മ സാർ തുടങ്ങി വയ്ക്കേ. കുന്നത്തൂരിലെ എല്ലാ ബിസിനസ്സുകളുടെയും ലീഗൽ അഡ്വൈസറായി കൃഷ്ണമൂർത്തി ചാർജ് എടുത്തിട്ട് 2 മാസമാവുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വക്കീലിനെ മാറ്റിയത് എന്തിനായിരുന്നു? മാറ്റിയതല്ല, അദ്ദേഹം സ്വയം റിട്ടയർമെന്റ് എടുത്തതാ. മൂർത്തി അഡ്വക്കേറ്റും ഒപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാണ്. അങ്ങനെ ഒരാളുടെ സർവീസ് ബെറ്റർ ആയിരിക്കും തോന്നി. കഴിഞ്ഞ കാര്യം പിന്നെ എന്തിനായി പറയുന്നത്? എനിക്ക് അടുക്കള ജോലി കിടക്കുന്നു. എനിക്കും കടയിൽ പോയിട്ട് ജോലിയുണ്ട്. അല്പം കഴിയട്ടെ, പറഞ്ഞിട്ട് പോയാ മതി. കുന്നത്തൂർ ടെക്സ്റ്റൈൽസ്, ടൂറിസ്റ്റ് ഹോം, കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാം ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഓടിക്കൊണ്ടിരുന്ന അതേ സ്പീഡിലാണ് എല്ലാ ബിസിനസ്സും ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽസിലാണ് ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തത്. ഏയ്, ആണോ മഹേഷേ? നിങ്ങളല്ലേ മാനേജര്? സാറ് പറയുന്നതിൽ വാസ്തവമില്ല. ടെക്സ്റ്റൈൽസ് വളരെ ലാഭത്തിലാ. ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. കണക്കുകൾ പരിശോധിക്കാം, അതാണല്ലോ ഏറ്റവും നല്ല തെളിവ്. മൂർത്തിയുടെ അഭിപ്രായത്തിൽ ഇതിനൊരു സൊല്യൂഷൻ എന്താ? ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ 3 പേരും ഇവിടെയുണ്ട്. അത്യാവശ്യമായി വേണ്ടത് 2-3 പുതിയ സ്റ്റാഫിനെ നിയമിക്കുക. അയ്യോ, അപ്പൊ പഴയ സ്റ്റാഫോ? പേടിക്കണ്ട, മഹേഷിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. മഹേഷിന് ടെക്സ്റ്റൈൽ വിഭാഗത്തിന്റെ ചുമതലയാണുള്ളത്. ഒരു ജനറൽ മാനേജർ വേണം, പിന്നെ ചീഫ് അക്കൗണ്ടന്റ്, സഹായത്തിനായി ഒരു അസിസ്റ്റന്റ് മാനേജരും ഉണ്ടാവണം. മഹേഷിനെ ജനറൽ മാനേജരാക്കാം. മിടുക്കനാ, എക്സ്പീരിയൻസും ഉണ്ടല്ലോ. എനിക്ക് ബുദ്ധിമുട്ടില്ല. ഫ്രഷ് ഹാൻഡ്സിനെ അപ്പോയിന്റ് ചെയ്യണമെന്നല്ലേ മൂർത്തിയുടെ അഭിപ്രായം? തീർച്ചയായും, ഇനി അതാണ് വേണ്ടത്. നന്ദൻ എന്ത് പറയുന്നു? നല്ല നിർദ്ദേശം അഡ്വക്കേറ്റ് പറഞ്ഞത്. മിടുക്കരായ ആളുകളെ സെലക്ട് ചെയ്യണം. മറ്റ് കമ്പനിയിൽ നിന്ന് സ്റ്റാഫിനെ ചോർത്തുന്ന ഒരു പതിവുണ്ട്. ബിസിനസ് ഫീൽഡിൽ ഇത് സാധാരണമാണ്. ഏയ്, നമുക്ക് ആ പതിവ് വേണ്ട. അന്വേഷിക്കാം, കണ്ടെത്താൻ കഴിയും. അപ്പോ ഒരു ജനറൽ മാനേജർ, ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് മാനേജർ, 3 പോസ്റ്റുകൾ ഫില്ല് ചെയ്യണം ആസ് ഏർലി ആസ് പോസിബിൾ.
എന്താ മോളെ? അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോ ഒരു പാക്കറ്റ് അവലിരിക്കുന്നു, ശർക്കരയും ഉണ്ട്. എന്നാ ഇലയട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആഹാ, ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 മണി പലഹാരമാണ് ഇലയട. അറിയാം. അതെങ്ങനെ ആന്റിക്കറിയാം? മോളെ, അത് പിന്നെ ഇലയട ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആന്റി ഇതൊന്ന് നോക്കിയേ. എന്താ? നോക്ക്, പറയാം. ആഹാ, ഹരി എന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല സെറ്റുമുണ്ട്, ഭംഗിയുള്ള കര. ജലജയ്ക്കിത് നന്നായിട്ട് ചേരും. കഴിഞ്ഞ ദിവസം ഹരി ഫോൺ വിളിച്ചത് ഓർമ്മയുണ്ടോ? ഒരു വിശേഷം പറഞ്ഞു, പ്രമോഷന്റെ കാര്യം. ആ സന്തോഷത്തിന് അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. അപ്പോ മോളുടെ അച്ഛനൊന്നും വാങ്ങിച്ചില്ലേ? ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയാണോ? ആന്റിക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് പറ. ആ, കൊള്ളാവുന്ന ഞാൻ പറഞ്ഞല്ലോ. എന്നാലേ ഇത് എന്റെ അമ്മയ്ക്കുള്ളതല്ല, സതി ആന്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. എനിക്കോ? ആ, ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് കൊണ്ടുവരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഹരി ഇതാ സെലക്ട് ചെയ്തത്. ആ, ഹരിയുടെ സെലക്ഷൻ എന്തായാലും കറക്റ്റായി. എന്താ ആന്റി, ഡ്രസ് ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടു മോളെ. ആന്റി എന്തോ ഓർക്കുന്നത് പോലെ തോന്നി. പ്രമോഷന്റെ കാര്യം അറിഞ്ഞത് തന്നെ സതി ആന്റി വന്നതിന്റെ പിറ്റേന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി ഭാഗ്യം കൊണ്ടാ വന്നതെന്ന്. അതാണ് ഈ സമ്മാനത്തിന്റെ പിന്നിലുള്ള രഹസ്യം. ഞാൻ ഭാഗ്യം കൊണ്ട് വന്നുവെന്നോ? എനിക്കില്ലാത്തതോ അതാ ഭാഗ്യം. മോളത് കൊണ്ടുപോയി വെച്ചേക്ക്. അതെന്താ? എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. പുതുകോടി അണിയാനുള്ള മനസ്സല്ല ഇപ്പോ. അതുകൊണ്ടല്ല ഞങ്ങൾ അന്യരായിട്ട് ആന്റി കാണുന്നത്. അങ്ങനെയൊന്നും അല്ല മോളെ. ഹരിപ്രസാദ് വാങ്ങിക്കൊണ്ടുവന്ന ഈ സമ്മാനം വേണ്ട, മോളിത് കൊണ്ടുചെന്ന് വെച്ചോളൂ. ഹരിപ്രസാദിനെ സുപ്രിയയെ ഓർക്കണ്ട. മോൻ വാങ്ങിയ സെറ്റുമുണ്ട് മോള് കയ്യിൽ തരുന്നു. അങ്ങനെ വിചാരിച്ചാൽ എന്താ? അങ്ങനെ വിചാരിച്ച് സതിയാന്റെ ഇത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും. ആന്റി എന്താ ഒറ്റയ്ക്ക് മാറിയുന്നത്? ഒറ്റപ്പെട്ടു പോയവർക്ക് എപ്പോഴായാലും ഒറ്റയ്ക്കല്ലേ നിൽക്കാൻ പറ്റൂ. കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു സുപ്രിയ. അതോർക്കുമ്പോ വിഷമമുണ്ട്. എങ്കിലെല്ലാം അയാളോട് തുറന്ന് സംസാരിക്കേ. എന്നിട്ട് അതിന്റെ സങ്കടം ഞാൻ കാണണം. ഹരിപ്രസാദിനെ പോലെ മനക്കെട്ടി ആ കൊച്ചിനില്ല. ഞാനായിട്ട് അതിന്റെ ജീവിതത്തിൽ ഒരു കലക്കം ഉണ്ടാക്കുന്നില്ല. ഭർത്താവ് പറ്റിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് സുപ്രിയ അറിയണ്ട. സതിയാന്റി പിന്നെ അത് തന്നെ ആവർത്തിക്കുകയാണ്.
ഞാൻ സുപ്രിയ ഒരർത്ഥത്തിലും പറ്റിക്കുന്നില്ല. എന്റെ നിസ്സഹായത ആന്റി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ? എനിക്ക് ഈ ഗതികേട് വന്നത് എങ്ങനെയെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും കാരണം മറ്റവളാണെന്ന് മാത്രം മനസ്സിലായി. സതി ആന്റി വിമർശിക്കുന്ന പോലെ അല്ല, നന്ദനയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. വേണ്ട ഹരി, വേണ്ട. നന്ദനെ ന്യായീകരിക്കാൻ നോക്കണ്ട. അവളോട് ഞാൻ ക്ഷമിക്കില്ല. ആൺപിള്ളേര് ചില അധികപ്പറ്റുകളൊക്കെ കാണിച്ചെന്നിരിക്കും. അതുപോലല്ല പെണ്ണുങ്ങൾ, അതും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ. വീണ്ടും വിചാരം വേണം. നന്ദനയ്ക്കില്ലാതെ പോയതും അതാ. എന്റെ ശാപം അതുകൊണ്ട് വെറുതെ ആവില്ല. ഇനിയായാലും അവളെ ഞാൻ ശപിക്കും. എന്താ ആന്റി? ആരെ ശപിക്കുന്ന കാര്യമാ പറയുന്നത്? മഴയുടെ കാര്യം പറയായിരുന്നു മോളെ. 2 ആഴ്ച മുമ്പ് വരെ മഴ പെയ്യാത്തത് എന്താന്നായിരുന്നു മനുഷ്യരുടെ ചോദ്യം. കാലവർഷം തുടങ്ങി. ഇപ്പോ നശിച്ച മഴ തോരുന്നില്ലല്ലോ എന്നോർത്ത് ഓരോരുത്തർ ശപിക്കുക. മഴയോട് പോലും നന്ദിയില്ല മനുഷ്യർക്ക്. കഴിക്കാൻ എടുത്തു വെച്ചു. വാ ഹരി, വാ സതി ആന്റി. ഹരി കഴിക്കാൻ വരുന്നില്ലേ? മനീഷട്ടാ, ഓ എന്തോ പിന്നെയും കുടിച്ചിട്ട് വന്നിരിക്കുകയാണോ? ഇന്ന് കുടിച്ചില്ലെങ്കി എന്നാ പൊന്നെ ഞാൻ കുടിക്കേണ്ടത്? എടി സന്തോഷം കരകവിഞ്ഞൊഴുകുന്ന ദിവസമല്ലേ ഇന്ന്. ഇതെന്താ? വട, ഡി പരിപ്പ് വട. ഇപ്പൊ എനിക്കെന്തിനാ പരിപ്പ് വട? പരിപ്പ് വട വേണ്ടായിരുന്നോ? പിന്നെന്താ? ഓ മസാല ദോശ വേണമായിരുന്നു അല്ലേ? അത് പച്ചമാങ്ങയാണോ വേണ്ടത്? ഇത് പറയണെങ്കി പറ, ഈ നിമിഷം ഞാൻ മാമമ്മേ കയറും. നിങ്ങൾക്കിത് എന്തു പറ്റി? തീരെ വെളിവൊന്നുമില്ലേ? അടവെടുക്കല്ലേ മോളെ ലൈലേ. ദേ ഈ സമയത്ത് നിനക്ക് എന്തൊക്കെ തിന്നാൻ മോഹമുണ്ടെന്ന് എനിക്കറിയാം. മൂക്ക് മുട്ട കുടിച്ചിട്ട് സോപ്പിടാൻ 4 വടയും പൊതിഞ്ഞോണ്ട് വന്നിരിക്കുന്നു. ദേ ഇനി ഞാൻ എത്ര കുടിച്ചിട്ട് വന്നാലും നീ പിണങ്ങി പോവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നിന്റെ മനീഷേട്ടനുണ്ട്. എടി അത്ര ഒരു ലോക്കറ്റ് ലൈലെ ഞാൻ പൂട്ടി കഴിഞ്ഞില്ലേ? അതാണ് മനീഷ്. അമ്മേ ഇപ്പൊ എന്താ പറയുന്നു? മുത്തശ്ശി ആവാൻ പോകുന്നതിന്റെ ഒരു ലജ്ജയൊക്കെ ഉണ്ട് മുഖത്ത്. അല്ല മരുമോളെ അങ്ങ് പാക്ക് ചെയ്യുന്ന പരിപാടിയെ പറ്റി എന്താണ് അവ അഭിപ്രായം? അവൾക്ക് വേണമെങ്കിൽ നാളെ പോവാം. ഓ പിന്നെ എന്നെ വരട്ടല്ലേ. ലൈല ഗർഭിണിയാണെന്നുള്ള ധൈര്യത്തിലല്ലേ നീ കുടിച്ചിട്ട് വന്നിരിക്കുന്നത്? എന്നാലേ അവള് ഗർഭിണിയല്ല. നമ്പറേ എടാ പൊട്ട കഴുതേ, കഴിച്ചതെന്തോ ദഹിക്കാഞ്ഞിട്ടാ അവള് പകല് ഛർദിച്ചത്. ഡിലേ 2-3 ദിവസം ശരിക്കും ഉറങ്ങിയിട്ട് അതാ തലചുറ്റി വീണത്. നിനക്കിപ്പോ തലചുറ്റല് തോന്നുന്നുണ്ടോ? എങ്ങോട്ടാ? അകത്ത് കിടക്കാൻ അനുവദിക്കില്ലല്ലോ. ഞാൻ ഈ വരാന്തയിലെല്ലാം കിടന്നുറങ്ങിക്കോളാം. ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്തെ മുറിയിൽ എങ്ങനെ പോയി കിടന്നോളാം. ഓരോരോ വട്ട്. കഷ്ടം. വടേ
ഈ സമയത്ത്? ആ? ഹ? ആ? ഹ്. ആ. ഹ. നാശം. ഏതവൻ ഈ പാതിരാത്രിക്ക്? ഉം. ആ അല്ലേ വേണ്ട, ഓഫ് ചെയ്തൊക്കെ. ആരോ വിളിച്ചിരുന്നു. ആരാ? നമ്പർ മാത്രമേ ഉള്ളൂ. സപ്ലിമെന്റ് ഒന്ന് തരൂ. ദാ. ഉദയേട്ടാ, ചായ. ഞാൻ അങ്ങോട്ട് വന്ന് ചായ കുടിക്കുമായിരുന്നല്ലോ. അതിനെന്താ, ഒരു ഗ്ലാസ് ചായ ഇവിടെ വരെ കൊണ്ടുവരുന്നത് ഒരു ഭാരമാണോ? കാർത്തിയേച്ചി കുടിച്ചോ? ഇന്ന് ഏകാദശിയല്ലേ, വ്രതമാ. ഓ, ഒരിക്കലേ ഉള്ളൂ ആഹാരം. ചായയും കാപ്പിയും വരെ ഒഴിവാക്കും. ഇടയ്ക്ക് ഫാസ്റ്റിംഗ് നല്ലതാ. ഇത് വെറും ഫാസ്റ്റിംഗ് അല്ലേ, വിശ്വാസത്തോടെയുള്ള വ്രതം നോക്കല. എനിക്ക് വേണ്ടിയല്ല, ഗൾഫിൽ കിടക്കുന്ന യതിയേട്ടന് നല്ലത് വരുത്തണം. ഇവിടുത്തെ ബിസിനസ്സുകൾ ലാഭത്തിലാവണം. പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. എല്ലാം നടന്നു കിട്ടാനാ ഞാൻ നോമ്പ് നോക്കുന്നത്. ഉദയേട്ടൻ ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. വിശ്വാസക്കുറവൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ നിവേദനങ്ങളുടെ ഒരു ലിസ്റ്റുമായി ഉപവാസം അനുഷ്ഠിച്ചാൽ പരിഗണിക്കപ്പെടുമെന്നൊരു സംശയമുണ്ട്. 100,000 കോടി മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ദൈവം എല്ലാം കാണും. എന്റെ ഫസ്റ്റ് പ്രാർത്ഥന നന്ദനയ്ക്കൊരു കുഞ്ഞുണ്ടാവണേന്നാ. അപ്പൊ എന്നെ ഒഴിവാക്കിയോ? ആ, നന്ദനയുടെ കുഞ്ഞെന്ന് പറയുമ്പോ അത് ഉദയേട്ടന്റെ കുഞ്ഞാണല്ലോ. നിങ്ങളുടെ കുട്ടി എന്നെ ചെറിയമ്മയെന്ന് വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. അതാ എന്റെ പ്രാർത്ഥന. അതിനുള്ള പൊടി ഞാൻ കൊടുക്കുന്നുണ്ട്. പൊടിയോ?